ഹായ്, വെൽക്കം എവരിവൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലുള്ളവരെല്ലാവരും, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നവരെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതെന്താ ഞാൻ അങ്ങനെ എപ്പോഴും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ അനുമോദിക്കാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പലപ്പോഴും പലരും പൈസ കൊണ്ടുപോയി കളയുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലിയിലുള്ളവരെന്താ കൂടുതൽ പഠിക്കണം, എനിക്ക് തന്നെത്താനെ സ്കാമിലൊന്നും പോയി പെടാതെ സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണല്ലോ. അപ്പോൾ അത് നിങ്ങളെ ആ ഒരു കാര്യം എനിക്കിത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിനെ പറ്റി കുറച്ചൊക്കെ പഠിച്ച് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏത് ടൈം ഫ്രെയിമാണ് ബെസ്റ്റ്, ഏത് ടൈം ഫ്രെയിമിലാണ് പ്രൈസ് ആക്ഷൻ വർക്ക് ആകുക എന്നുള്ള കാര്യം അറിയത്തില്ല. അതെന്താന്ന് വെച്ചാൽ ഒരൊറ്റ വീഡിയോ നമുക്കത് പരിഹരിക്കാം. അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഏത് ടൈം ഫ്രെയിമിലും നമ്മുടെ പ്രൈസ് ആക്ഷൻ വർക്കാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. ഏത് ടൈം ഫ്രെയിമിലും നമ്മുടെ ചാർട്ട് പാറ്റേൺസ് വർക്കാവും. ചാർട്ട് പാറ്റേൺസും എല്ലാ കാര്യങ്ങളും വരുന്നത് സെയിം രീതിയിലായിരിക്കും. നമ്മളിതിനെ പറ്റി എല്ലാം കവർ ചെയ്ത് ചാർട്ട് പാറ്റേൺസ്, ക്യാൻഡിൽ സ്റ്റിക്സ്, ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ വീഡിയോ ഇട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തതൊന്ന് കണ്ടു നോക്കുക. അപ്പം നമ്മുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ചെറിയ ടൈം ഫ്രെയിം എടുത്താലുള്ള ഒരു പ്രശ്നം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ചെറിയ ടൈം ഫ്രെയിം എടുത്താലുള്ള പ്രശ്നം, അതൊരു 5 മിനിറ്റ് എടുത്താൽ ആ 5 മിനിറ്റിലെ ആൾക്കാരുടെ കാര്യങ്ങൾ, സൈക്കോളജി, ട്രേഡിനകത്തുള്ള എൻട്രി എക്സിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത്, ആ ഒരു മൂവ്മെൻറ്റ് കുറച്ച് സ്പീഡായിരിക്കും. സമയം കൂടുന്തോറും ആ ഒരു മൂവ്മെൻറ്റിൻ്റെ സ്പീഡ്, ആ ഒരു മൊമെൻറ്റം അത് ഇച്ചിരി സ്പീഡപ്പ് ആയിരിക്കും. അപ്പോൾ അത് പലർക്കും തുടക്കത്തിലുള്ളവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ആ ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് നമ്മൾ ഇടയ്ക്ക് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ആ ഒരു ക്യാൻഡിലൊക്കെ ഒരു എൻട്രി എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. മനസ്സിലായി? പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഇൻട്രാഡേ, ഞാൻ പറയാം, ഇൻട്രാഡേ ഒക്കെ ചെയ്യാനുള്ളവർക്കൊക്കെ ഒരു കുഴപ്പമില്ലാത്തൊരു ടൈം ഫ്രെയിം 5 മിനിറ്റ്. കാരണം അവർ ഒരു ദിവസത്തിനുള്ളിൽ കയറുക ഇറങ്ങുക അല്ലേ ചെയ്യുന്നത്. നമ്മൾ കുറച്ചാൾ വെയിറ്റ് ചെയ്താലും, നമ്മൾ സ്വിങ്ങിൽ ചെയ്യുന്നവർക്ക് കുറച്ചാൾ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് പൈസ കുറച്ചൊന്ന് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ കുറച്ചൊരു ഏണിങ്സ് ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് വേണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി സ്വിങ് ചെയ്യുന്നത്, ഇൻട്രാഡേ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം. അത് തെറ്റാനൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ കുറച്ച് കഴിയട്ടെ, നിങ്ങളൊന്ന് നോക്കിയാകട്ടെ. അപ്പം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നറിയാം, നമ്മളിപ്പം ടൈം ഫ്രെയിം കൂടുന്തോറും, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു എനിക്ക് ക്ഷമയില്ലായിരുന്നു അതുകൊണ്ടുണ്ടായ പ്രശ്നത്തെ പറ്റി. അപ്പം ടൈം ഫ്രെയിം കൂടുന്തോറും ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകാൻ വേണ്ടി എടുക്കുന്ന സമയം അത്രയ്ക്കും വലുതായിരിക്കും. 1 ഡേയിലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കിടക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു ആഴ്ചകൾ കിടക്കേണ്ടി വരും. വീക്കിലി ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ക്യാൻഡിൽ ഫോം ആകാൻ തന്നെ 5 ദിവസത്തോളം വേണം, അതായത് ഒരാഴ്ച. മന്ത്ലി ടൈം ഫ്രെയിം ഒന്ന് ആലോചിച്ച് നോക്കി, 10-30 ദിവസം വേണം. അപ്പോൾ നമ്മുടെ ടാർഗറ്റിലോട്ട് എത്താനും സ്റ്റോപ്പ് ലോസ് അടിക്കാനൊക്കെ അത്രയും ദിവസങ്ങൾ, അത്രയും നാളുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അല്ലേ. നമ്മുടെ ഒരു ക്യാൻഡിലിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളും ഒക്കെ വരാൻ വേണ്ടി അത്രയും നാൾ കാത്തിരിക്കേണ്ടി വരും. ശരിയല്ലേ? അപ്പം നമ്മുടെ ഫാമിലിയുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയുന്നതായിരുന്നു, നല്ല രീതിയിൽ ക്ഷമയുണ്ടെങ്കിൽ മാത്രം ട്രേഡിൽ ഇറങ്ങാവൂ. നിങ്ങളാരും ക്ഷമ ഉണ്ടാക്കണം, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കിയിട്ട് വേണം ട്രേഡിൽ ഇറങ്ങാൻ പറ്റും. അല്ലാതെ ഇടയ്ക്ക് കയറിയിട്ട് ചാടി ഇറങ്ങില്ല. ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്തൊരു അബദ്ധം നിങ്ങൾ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ നമ്മൾ കയറുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 2 അവർ 1 അവർ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ, കാരണം ഇച്ചിരി സ്പീഡിൽ ടാർഗറ്റ് സംഭവമൊക്കെ എത്താൻ പറ്റും. മനസ്സിലായോ? പിന്നെ ഡെയിലി, മന്ത്ലി ഒക്കെ എടുക്കാൻ നേരത്തുള്ള പ്രശ്നം, അല്ലെങ്കിൽ ചെറിയൊരു എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേറൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വീക്കിലി അങ്ങനത്തെ കാര്യം നോക്കുന്നതിന് അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. കാരണം നമ്മുടെ ചെറിയ ദിവസങ്ങളിൽ, ചില ദിവസത്തിലൊക്കെ ഉണ്ടാകുന്ന ചില വോളറ്റിലിറ്റി അല്ലെങ്കിൽ ചില നോയ്സുകൾ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ദിവസം ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ഒരു ദിവസത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു ദിവസത്തിൽ ഇന്നൊരു കാര്യം ആര് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നൊരു ന്യൂസ് വരും, അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. ചെറിയൊരു, കാരണം നമ്മൾ വീക്കിലി മന്ത്ലി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ കുറേ നാളത്തേക്ക് കയറാന്നുള്ള രീതിയിലാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ചിലർ വീക്കിലി എടുക്കണമെന്നൊന്നുമില്ല, ഡെയിലിയിലും 4 അവറിലൊക്കെ ചിലപ്പോൾ ഞാനും കയറും. അത് തെറ്റാണെന്നൊന്നും അല്ല പറഞ്ഞു, ഞാൻ പറയുമായിരുന്നു അങ്ങനത്തെ ഒരു ഗുണം. മനസ്സിലായോ? പിന്നെ എക്സ്ട്രാ ഞാൻ വേറൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഏത് ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്തെന്ന് പറഞ്ഞാലും ആ ഒരു ചാർട്ടിൻ്റെ ഓവറോൾ ട്രെൻഡ് നോക്കണം. അതിൽ നമ്മളൊരു വീക്കിലി മന്ത്ലി എടുത്തിട്ട് നമ്മൾ ആ ഒരു ട്രെയിനിങ് വ്യൂരോ നമ്മുടെ ആ ഒരു ചാർട്ട് നോക്കുന്നതിനകത്ത് ചെറുതാക്കി നോക്കുന്നത് നമുക്കറിയാം. ഒന്നെങ്കിൽ ഒരു ഓവറോൾ അപ് ട്രെൻഡിൽ ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൊറിസോണ്ടൽ രീതി വന്നാലും വലിയ കുഴപ്പമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഭയങ്കര ഒരു താഴോട്ടുള്ള പോക്കായിരിക്കും. മനസ്സിലായോ? നമ്മൾ ബൈ
എൻട്രി എടുക്കുന്നവരെ ബൈ എൻട്രി എടുക്കാൻ നേരത്തെ എപ്പോഴും ഒന്നുകിൽ ഒരു അപ് ട്രെൻഡ് ആയിരിക്കും നല്ലത്. അതിന്റെ കൃത്യം ഇങ്ങനെ പോകണമെന്ന് ഇങ്ങനൊന്നും പോകണമെന്നില്ല, ചെറിയൊരു രീതിയിൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കാം. ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. താഴോട്ടുള്ള ഒരു പോക്ക് നമുക്ക് എപ്പോഴും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ വീഡിയോക്കകത്ത് ഇത്രയ്ക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ചെറിയ ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. വലുതാണെന്നുണ്ടെങ്കിൽ, അതായത് വീക്കിലി മന്ത്ലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും ദിവസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ വെയിറ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാക്കുക. അപ്പം നമ്മൾ കടം മേടിക്കുന്ന പൈസ നമുക്ക് അത്യാവശ്യത്തിൽ ഇല്ലാത്ത പൈസ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഉറപ്പോടുകൂടി ടെൻഷൻ ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാലോ എന്നൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ വീക്കിലി മന്ത്ലി ഒക്കെ എടുക്കുന്നുള്ള ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇടയ്ക്കുണ്ടാകുന്ന ഇടക്കാലത്തെ നോയ്സ്, ഇപ്പോൾ 5 മിനിറ്റ് ഒക്കെ എടുക്കുവാണെന്ന് ആലോചിക്കുക. അതാണ് അതിൻ്റെ ഒരു സ്പീഡിൻ്റെ പ്രശ്നം. ആ ഒരു നോയ്സുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായോ? അടുത്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഓവറോൾ ട്രെൻഡ് നോക്കാൻ വേണ്ടിയിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് എപ്പോഴും ഒരു വീക്കിലി മന്ത്ലി എടുത്തിട്ട് മാത്രം ഒന്ന് ഒരു ഉറപ്പ് വരുത്തിയിട്ട് ആ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ചാർട്ട് പാറ്റേൺസിനകത്ത് ഏത് ടൈം ഫ്രെയിമാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് 100% മനസ്സിലായല്ലോ. ഇനി ഇതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല ട്രേഡർ ആകാൻ പറ്റും. എനിക്ക് 100% വിശ്വാസമുണ്ട്. നിങ്ങളും അത് വിശ്വസിക്കുക. നിങ്ങൾക്ക് നല്ല ട്രേഡർ ആകാൻ ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.